ഡോക്ടർ ബി ജയരാജ്, ഈ സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനുള്ള ഗൂഢാലോചനയാണ് പുതിയ ആരോപണത്തിന് പിന്നിലെങ്കിൽ, അതിന് പ്രതിപക്ഷത്തിന് കൂടി കൈയുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് തെളിയിക്കാനുള്ള ബാധ്യത സർക്കാരിന് തന്നെയാണ്. അവിടെ പെട്ടെന്ന് പ്രഖ്യാപിക്കുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണം എങ്ങനെയാണ് സുതാര്യമാവുക? പോലീസ് അന്വേഷണം എങ്ങനെയാണ് സുതാര്യമാവുക? നിഷ്പക്ഷമായ ഒരു അന്വേഷണത്തിന് സർക്കാർ ആർജവം കാണിക്കണ്ടേ? ഈ ഒരു ആരോപണം കൊണ്ടുവന്ന ഒരൊറ്റ ദിവസം കൊണ്ട് അത് ചീറ്റിപ്പോയി. ഇത് നനഞ്ഞ വടക്കമായി പോയി എന്നുള്ള ഈ ചർച്ചയിൽ അത് മനസ്സിലായി. ഇന്ന് അനിമോന്റെ മലക്കം മറിച്ചിൽ കണ്ടപ്പോൾ മനസ്സിലായി അത് ആരോപണം ചീറ്റിപ്പോയതാണോ പൊട്ടിത്തെറിച്ചതാണോ എന്ന്. ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് ചർച്ച നടത്തുന്നത് തീർച്ചയായും വന്നു കഴിഞ്ഞു. അയാളെ വിളിച്ചിരുത്തി ചോദിക്കാന്നേ. അയാൾ ഈ കേരളത്തിൽ ജീവിക്കുന്ന ആളല്ലേ. അയാളെ വിളിച്ചിട്ട് ചോദിക്കുക എന്തിനാണ് നിങ്ങളെ കോൺട്രഡിക്ട് ചെയ്തത്. ഒരു ആരോപണം പറഞ്ഞതിന്റെ പേരിൽ 2 ദിവസം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു പോയ മനുഷ്യനാണ് അയാൾ. ഇന്ന് നാടകത്തിന്റെ തിരക്കഥയൊക്കെ പൂർത്തിയായ ശേഷം വന്ന് മറുപടി പറയുന്നു. അതും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് തല ഉയർത്തി നിൽക്കാൻ കഴിയാതെ സഹപ്രവർത്തകരെ, പ്രിയ മെമ്പർമാരെ, ഞാൻ അനിമോൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിക്കൊണ്ട് മറുപടി പറയുന്ന ഒരു ഭീരുവാണെന്ന് തോന്നുന്നു. അയാളാണോ ഇനി വിളിച്ചിരുത്തി ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്? അതിനെ കുറിച്ചാണ്. അല്ല, ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ. ചോദിക്കൂ. ചോദിച്ചോളൂ. അല്ല, എനിക്ക് മനസ്സിലാകാത്തത്, അയാളെ വിളിച്ചിരുത്തി ഈ പറഞ്ഞ കാര്യങ്ങൾ തിരിച്ചു പറഞ്ഞാൽ ഇത് കേസ് തീരുവോ? കേസ് എങ്ങനെ തീരുവോ? ഇത് അയാളെ തിരിച്ചു പറഞ്ഞു, വീണ്ടും വിളിച്ചിരുത്തി ഒരു ചാനൽ ചർച്ചയിലൂടെ ഞാൻ അങ്ങനെ ഞങ്ങളിപ്പോ വിളിക്കാൻ ശ്രമിച്ചു, പുള്ളി വീണ്ടും സ്വിച്ച് ഓഫ് ആണ്, വീണ്ടും ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഞങ്ങൾ വിളിക്കാൻ ശ്രമിച്ചു. അങ്ങനെയാണോ ജയരാജ് വെച്ചിരിക്കുന്നത്? അങ്ങനെ കഴിയുമോ? ഇതിന്റെ പുറകിൽ നിങ്ങൾക്ക് ക്രൈംബ്രാഞ്ച് ഈ കൈക്കൂലി കൊടുക്കാൻ, ഈ കോഴ കൊടുക്കാൻ, ഈ പണം പിരിക്കാൻ തീരുമാനിച്ച അതിന് നേതൃത്വം കൊടുത്ത നിഷ്പക്ഷമായ ഒരു അന്വേഷണം വേണമെന്ന് പറയുന്നത് കോൺഗ്രസ് മാത്രമല്ല, BJP കൂടിയാണ്. ഇവിടെ കോൺഗ്രസിന്റെ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന എത്ര കാലമായിട്ട് ഈ കോൺഗ്രസിന്റെ പാരമ്പര്യം ഇടതുപക്ഷക്കാരന്റെ തലയിൽ കെട്ടിവെച്ച് കൊടുക്കരുത്. മദ്യനയത്തിൽ കഴിഞ്ഞ തവണ ഉൾപ്പെടുത്തുമെന്ന് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ സംസാരിക്കുന്നത്? എന്ത് അഴിമതിയാണെന്നാ? ഇതുപോലെ അഴിമതി ഈ എവിടെ പോയി ക്യാമറയുടെ കണക്കും പണവും ഇപ്പോൾ പ്രവർത്തനരഹിതമായി കിടക്കുന്ന ആരോപണങ്ങളല്ലാതെ യാതൊരു തെളിവില്ലാതെ അന്വേഷണം എവിടെയാ? ഏതെങ്കിലും ഒരു ആരോപണം വന്നാൽ 1 മാസം വേണ്ടില്ല മുഖ്യമന്ത്രി. മൗനമാണ് മറുപടി. മൗനം സമ്മതമെന്ന് ബാക്കിയുള്ളവർ പരിഗണിക്കുന്നു. ബോർഡിൽ ഉണ്ടാക്കിയ ഒരു കരാർ 25 വർഷക്കാലത്തെ ഒരൊറ്റ ദിവസത്തെ ഈ സാധനം 48 മണിക്കൂറിന് മുമ്പ് അത് ചീട്ട് കൊട്ടാരം പോലെ പ്രതിപക്ഷം കോൺഗ്രസും BJPയും ഒക്കെ സമരത്തിൽ ഇറങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഡോക്ടർ ബി ജയരാജ്, തകർന്നു പോയതിന്റെ വിഷമാണ് താങ്കൾ പറയുന്നത്. താങ്കളുടെ മനോരാജ്യം തകർന്നു പോയ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? ഒരു അഴിമതി ആരോപണം പോലും തെളിയിക്കാൻ മനോരാജ്യം തകർന്നു പോയെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടേതാണ്. കാരണം 10-25 കോടി രൂപ കോഴ വാങ്ങി പോക്കറ്റിൽ ഇടാം എന്ന് പറഞ്ഞ് മനോരാജ്യം മുണ്ട് കഴിഞ്ഞിരുന്ന MP രാജേഷിനും കൂട്ടർക്കുമാണ് മനോരാജ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തകർന്നു പോയിരിക്കുന്നത്. വേറെ ആർക്കും നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് CPM-നാണ് നഷ്ടം ഉണ്ടായിരിക്കുന്നത്. നിങ്ങളുടെ നേതാക്കൾക്കാണ് നഷ്ടം ഉണ്ടായിരിക്കുന്നത്, മറ്റാർക്കും അല്ല. പിന്നെ നനഞ്ഞ പടക്കം പോലെ പോയി, ഓലപ്പടക്കം പോലെ പോയി എന്നൊക്കെ പറയാതെ ഇത് കത്തി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. തിരി പൊട്ടി കഴിയുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി അത് നനഞ്ഞ പടക്കമാണോ അതോ ബോംബായിരുന്നോ എന്നുള്ള കാര്യം നിങ്ങൾ അത് പൊട്ടി കഴിഞ്ഞിട്ട് നോക്കിയാൽ പോരെ. ഇപ്പൊ തിരി കത്തി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, നമുക്ക് കാണാതെ മുമ്പോട്ട്. ഈ നിങ്ങൾക്കത് നനഞ്ഞ പടക്കമാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ, ഈ ആരോപണത്തിലെ കഴമ്പില്ല നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, നിഷ്പക്ഷമായ ഒരു ഏജൻസിക്ക് അന്വേഷണം വിട്ടുകൊടുക്കാൻ CPM തയ്യാറാവുമോ? ചലഞ്ച് ചെയ്യുവാണ്.
നിങ്ങൾക്ക് നനഞ്ഞ പടക്കമാണ്. ഈ ആരോപണത്തിൽ കഴമ്പില്ല. 24 മണിക്കൂറിൽ ഇത് ചീറ്റിപ്പോവും, 48 മണിക്കൂറിൽ ഇത് ചീട്ട് കൊട്ടാരം പോലെ തകരുമെന്ന് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ നിങ്ങൾക്ക് ഇത് നിഷ്പക്ഷമായ ഒരു അന്വേഷണ ഏജൻസിക്ക് അന്വേഷണം വിടാനുള്ള ധൈര്യം ഉണ്ടാവോ? ഏജൻസി എന്ന് പറഞ്ഞു തരൂ. ആ ഏജൻസിയുടെ പേര് പറയുന്നേ. അല്ല, ഏജൻസിയുടെ പേര് ഞങ്ങളാണോ പറയേണ്ടത്? നിങ്ങൾ പറയുന്നേ. നിങ്ങൾക്കറിയില്ലേ, നിങ്ങളുടെ പ്രതിപക്ഷത്തിരുന്നപ്പോ ഏതൊക്കെ ഏജൻസി അന്വേഷണം വേണമെന്ന് പറഞ്ഞായിരുന്നു സോളാർ വിഷയത്തിന് സമരം നടത്തിയത്? സോളാർ വിഷയത്തിന് നിങ്ങൾ എന്തായിരുന്നു സമരം നടത്തിയത്? അപ്പൊ നിങ്ങൾക്ക് ഏത് ഏജൻസിയായിരുന്നു അന്വേഷിക്കേണ്ടത്? നിങ്ങൾക്ക് ഏത് ഏജൻസിയുടെ നിഷ്പക്ഷതയിലായിരുന്നു വിശ്വാസ്യത ഉണ്ടായിരുന്നത്? ഒന്ന് പറയാമോ? നാട്ടിൽ ഒരുപാട് ഏജൻസികൾ ഉണ്ടെന്നേ, അന്വേഷിക്കട്ടെന്നേ. ഏത് ഏജൻസികൾ അന്വേഷിച്ചിരുന്നാലും തെളിവുകൾ മുമ്പിൽ കൊണ്ടുവയ്ക്കട്ടെ. സന്ദേശത്തിനൊക്കെ ഇതുപോലൊരു പിന്നെ 24 മണിക്കൂറിൽ ഇത് ചീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് അദ്ദേഹം അനിമോൻ എന്ന് പറയുന്ന ആള് വന്നിട്ട് അത് കെട്ടിട നിർമ്മാണ ഫണ്ടാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണല്ലോ നിങ്ങൾ ചീറ്റ് ചെയ്ത് പറയുന്നത്. ശരി, കെട്ടിട നിർമ്മാണ ഫണ്ടാണ് എന്നുണ്ടെങ്കിൽ ഇദ്ദേഹം എന്തിനാ ഒളിച്ചു കിടക്കുന്നത്? 48 മണിക്കൂർ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് എവിടെ പോയിരുന്നു? കെട്ടിട നിർമ്മാണ ഫണ്ട് പിരിക്കുന്നവരെല്ലാവരും ഒളിവ് പോവുകയാണ്.